നമസ്കാരം. ഇംഗ്ലീഷ് കൂട്ടി വായിക്കുവാൻ അറിയാവുന്നവർക്ക് പോലും എളുപ്പം മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ഇംഗ്ലീഷ് വാചകം ഉണ്ടാക്കേണ്ട രീതിയെപ്പറ്റിയും ഒരു വാചകത്തിൽ അത്യാവശ്യം അടങ്ങിയിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. ഇന്നും തുടർന്നു വരുന്ന ചില വീഡിയോകളിലും ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഗ്രാമറിനെ പറ്റി ചുരുക്കി പറയുകയാണ് ഞാൻ. ഇംഗ്ലീഷ് എളുപ്പം മനസ്സിലാക്കുവാൻ ഈ ഗ്രാമർ ക്ലാസുകൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. നമ്മൾ ഇന്ന് ആദ്യം പാർട്സ് ഓഫ് എ സെന്റൻസ്, ഒരു സെന്റൻസിന്റെ ഭാഗങ്ങളെ പറ്റി ഒന്ന് പഠിക്കുകയാണ്. എ സെന്റൻസ് മെയിൻലി കണ്ടെയ്ൻസ് 5 പാർട്സ്. ഒരു വാചകത്തിന്റെ ഉള്ളിൽ പ്രധാനമായും 5 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. അവയാണ് ഇവിടെ തന്നിരിക്കുന്ന സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെന്റ് കൂടാതെ മോഡിഫയർ. ഈ 5 വാക്കുകളാണ് ഒരു സെന്റൻസിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഭാഗങ്ങൾ. ഇവയെപ്പറ്റി ഓരോന്നിനെപ്പറ്റിയും നമ്മൾ വിശദമായി ഇന്ന് പഠിക്കുകയാണ്. വളരെ ലളിതമായ ഭാഷയിലാണ് ഇന്ന് ഞാനിത് പഠിപ്പിക്കുന്നത്. ഇത് കേൾക്കുന്ന ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന വിധത്തിൽ തന്നെയാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. ഇവിടെ സ്ട്രക്ചർ ഓഫ് എ സെന്റൻസ്, ഒരു സെന്റൻസിന്റെ രൂപം അല്ലെങ്കിൽ ഘടന, അതാണ് ഈ പേജിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഏതൊരു ഭാഷ എടുത്താലും ആ ഭാഷയിൽ സംസാര ഭാഷയും എഴുത്തു ഭാഷയും ഉണ്ടാവും. സംസാര ഭാഷയെ എഴുത്തു ഭാഷയാക്കി മാറ്റുന്നതിന് ലിപികൾ ഉണ്ടാവും. ആ ലിപികളിൽ അക്ഷരങ്ങൾ ഉണ്ടാവും. ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ ഉണ്ടാക്കുന്നു. വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങളോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വാചകങ്ങളോ ഉണ്ടാക്കുന്നു. ഇവിടെ ഐ എന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും ചെറിയ ഒരു വാക്കാണ്. ഒരൊറ്റ അക്ഷരം മാത്രം അടങ്ങിയിട്ടുള്ള ഒരു വാക്ക് ഐ, ഞാൻ. അതൊരു വാക്കാണ്. അതിന് താഴെ ഐ ഈറ്റ്, അതിൽ 2 ഘടകങ്ങളുണ്ട്. ഞാൻ തിന്നുന്നു. തിന്നുന്നു എന്ന പ്രവൃത്തി ചെയ്യുന്നത് ഇവിടെ ഐ ആയതുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്ന ആ ഐയെ നമ്മൾ ഇവിടെ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. മലയാളത്തിൽ അതിന് കർത്താവ് എന്ന് പറയും. ഒരു പ്രവൃത്തി ചെയ്യുന്നതാരോ അതാണ് സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവ്. സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയെ, ഇവിടെ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? തിന്നുന്നു. ആ പ്രവൃത്തിയെ മലയാളത്തിൽ ക്രിയ എന്നും ഇംഗ്ലീഷിൽ വെർബ് എന്നും ചില സാഹചര്യങ്ങളിൽ അതിനെ പ്രെഡിക്കേറ്റ് എന്നും വിളിക്കുന്നു. പ്രെഡിക്കേറ്റിനെ പറ്റി നമ്മൾ വിശദമായി കുറച്ച് കഴിഞ്ഞ് താഴോട്ട് പഠിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ രൂപം നോക്കൂ. ഐ ഈറ്റ് പിസ്സ. ഞാൻ പിസ്സ തിന്നുന്നു. ഇവിടെ 3 വാക്കുകൾ വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചു ഐ എന്നത് സബ്ജക്റ്റാണ്, ഈറ്റ് എന്നത് വെർബാണ്. എങ്കിൽ പിസ്സ എന്തായിരിക്കും? കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിക്ക് വിധേയമാകുന്ന വസ്തുവാണ് ഇവിടെ പിസ്സ എന്നത്. അതായത് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? തിന്നുന്നു. ആ തിന്നുന്നു എന്ന പ്രവൃത്തിക്ക് വിധേയമായി തീരുന്നത് പിസ്സയാണ്. അതുകൊണ്ട് അതിനെ ഒബ്ജക്റ്റ് എന്നാണ് വിളിക്കുക. മലയാളത്തിൽ കർമ്മം എന്നും വിളിക്കും. അപ്പോൾ ഇവിടെ 3 വാക്കുകൾ നമ്മൾ പഠിച്ചു. സബ്ജക്റ്റ് എന്നാൽ പ്രവൃത്തി ചെയ്യുന്നവൻ. ഈറ്റ് ഇവിടെ വെർബാണ്. അപ്പോൾ വെർബ് എന്നാൽ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അടുത്ത് ഇവിടെ പിസ്സ എന്നത് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മമാണ്. എന്ന് വച്ചാൽ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിക്ക് വിധേയമാകുന്ന വസ്തുവോ വ്യക്തിയോ ആണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ രീതി നമ്മൾ താഴെ വീണ്ടും വിശദമാക്കിയിരിക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റ് എന്ന ഹെഡിങ്ങിന്റെ ബ്രാക്കറ്റിൽ എസ് തന്നിട്ടുണ്ട്, വെർബിന്റെ ബ്രാക്കറ്റിൽ വി തന്നിട്ടുണ്ട്, ഒബ്ജക്റ്റിന്റെ ബ്രാക്കറ്റിൽ ഓയും തന്നിട്ടുണ്ട്. അത് ആ ഓരോ വാക്കിന്റെയും ആദ്യ അക്ഷരങ്ങളാണ്. എന്ന് വെച്ചാൽ എസ് കണ്ടാൽ അത് സബ്ജക്റ്റ് എന്നും, വി കണ്ടാൽ വെർബ് എന്നും, ഓ കണ്ടാൽ ഒബ്ജക്റ്റ് എന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി വീണ്ടും ഞാൻ ആ ഐ ഈറ്റ് പിസ്സ എന്ന സെന്റൻസ് താഴെ എഴുതിയിരിക്കുന്നു. അതിന് വീണ്ടും താഴെ ഐ എന്നത് എസ് സബ്ജക്റ്റാണ്, ഈറ്റ് എന്നത് വെർബാണ്, പിസ്സ എന്നത് ഒബ്ജക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ വീണ്ടും താഴെ എഴുതിയിട്ട് അതിൻ്റെ നേരെ SVO പാറ്റേൺ, SVO മാതൃക എന്ന് എഴുതിയിട്ടുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കുവാനുള്ളത്. ഇവിടെ ഒരു സെന്റൻസിന്റെ ഉള്ളിൽ വാക്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി അല്ലെങ്കിൽ ക്രമമാണ് ഈ SVO സൂചിപ്പിക്കുന്നത്. ആദ്യം സബ്ജക്റ്റ് വന്നു,
രണ്ടാമത് വെർബ് വന്നു, മൂന്നാമതാണ് ഒബ്ജക്റ്റ് വന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ സെന്റൻസുകളിൽ വാക്കുകൾ ക്രമപ്പെടുത്തുന്ന രീതി ഈ രീതിയിലാണ്. ആദ്യം സബ്ജക്റ്റ് എഴുതും, രണ്ടാമത് വെർബ് എഴുതും, മൂന്നാമത് ഒബ്ജക്റ്റ് എഴുതും. എന്നാൽ ഇതിൻ്റെ മലയാളം നമ്മൾ എഴുതുമ്പോൾ ഞാൻ പിസ്സ തിന്നുന്നു എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. ഞാൻ പിസ്സ, ഞാൻ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പിസ്സ എന്ന ഒബ്ജക്റ്റ്, മൂന്നാമത് വന്നിരുന്ന ഒബ്ജക്റ്റ് ആണ് മലയാളത്തിൽ രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ മൂന്നാമത് വന്നത് മലയാളത്തിൽ രണ്ടാമത് എഴുതുന്നു, ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ആദ്യം സബ്ജക്റ്റ് വരും, രണ്ടാമത് മലയാളത്തിൽ ഒബ്ജക്റ്റ് വരും, മൂന്നാമതാണ് തിന്നുന്നു എന്ന വെർബ് വരുന്നത്. അതായത് ഇവിടെ ആദ്യം സബ്ജക്റ്റ് മലയാളത്തിൽ വരും, രണ്ടാമത് ഒബ്ജക്റ്റ് വരും, മൂന്നാമതാണ് വെർബ് വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ആ വാക്കുകളുടെ ക്രമം എന്ന് പറയുന്നത് ആദ്യം എസ് വരുന്നു, രണ്ടാമത് ഒബ്ജക്റ്റ് വരുന്നു, മൂന്നാമത് വെർബ് വരുന്നു. അപ്പം മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ SOV പാറ്റേണിലാണ് മലയാളം സെന്റൻസുകളിൽ വാക്കുകൾ നിരത്തുന്നത്. ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇംഗ്ലീഷിൽ താഴെ തന്നിരിക്കുന്ന സെന്റൻസും അത് മലയാളത്തിൽ എടുക്കുമ്പോൾ കിട്ടുന്ന അർത്ഥവും നിങ്ങൾ തന്നെ വ്യക്തമായി മനസ്സിലാക്കണം. രാജു റീഡ്സ് എ ബുക്ക്. രാജു ഒരു പുസ്തകം വായിക്കുന്നു. മലയാള അർത്ഥം എടുക്കുമ്പോൾ രാജു കഴിഞ്ഞ് ഒരു പുസ്തകം, ബുക്ക് എന്ന അർത്ഥമാണ് എടുക്കുന്നത്. രാജു ഒരു പുസ്തകം വായിക്കുന്നു. കണ്ടല്ലോ. ഹി സോ മീ, അവൻ എന്നെ കണ്ടു. ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. രാജു ആൻഡ് റാണി ബോട്ട് സം ഫ്രൂട്ട്സ്, രാജുവും റാണിയും കുറച്ച് പഴങ്ങൾ വാങ്ങി. സലിം റൈഡ്സ് എ ബൈക്ക്, സലിം ഒരു ബൈക്ക് ഓടിക്കുന്നു. അപ്പോൾ ഈ SVO പാറ്റേണും SOV പാറ്റേണും നിങ്ങൾ ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അപ്പം നമുക്ക് ഇനി സബ്ജക്റ്റിനെ പറ്റി വിശദമായി പഠിക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ 3 എന്ന് എഴുതിയിരിക്കുന്നു. സബ്ജക്റ്റ് 3 ടൈപ്പ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുവാനാണ്. സബ്ജക്റ്റിനെ പറ്റി പറയുന്നത് ഇറ്റ് ഈസ് ദ പേഴ്സൺ ഓർ തിങ് ഹു ഓർ വിച്ച് ക്യാരീസ് ഔട്ട് ആൻ ആക്ഷൻ. ഒരു പേഴ്സണോ അല്ലെങ്കിൽ വസ്തുവോ, ഒരു വ്യക്തിയോ വസ്തുവോ, ആരാണോ അല്ലെങ്കിൽ ഏതാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അതിനെയാണ് സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന വസ്തുവിനെയോ വ്യക്തിയെയോ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു, കർത്താവ് എന്ന് വിളിക്കുന്നു. ഇവിടെ കർത്താവ് 3 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ സബ്ജക്റ്റ്, കംപ്ലീറ്റ് സബ്ജക്റ്റ് ആൻഡ് കോമ്പൗണ്ട് സബ്ജക്റ്റ്. അതാണ് ചെറിയ ഹെഡിങ് ആയിട്ട് താഴെ എഴുതിയിരിക്കുന്നത്. ഇനി എന്താണ് സിമ്പിൾ സബ്ജക്റ്റ്? ഇറ്റ് ഈസ് എ വൺ വേർഡ് നൗൺ ഓർ പ്രോനൗൺ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ പേഴ്സൺ, തിങ്, പ്ലേസ്, അനിമൽസ് എക്സെട്ര. എന്ന് വെച്ചാൽ അതൊരു ഒറ്റ വാക്കിലുള്ള നാമമോ സർവനാമമോ ആണ്. അതൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ വസ്തുവിനോ സ്ഥലത്തിനോ മൃഗങ്ങൾക്കോ പകരമായി നിലകൊള്ളുന്നു. അപ്പോൾ അതാണ് സിമ്പിൾ സബ്ജക്റ്റ്. ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ട്. എക്സാമ്പിൾ, ഹി ഈറ്റ്സ് ആൻ ആപ്പിൾ. ഇവിടെ ചുവപ്പ് മഷിയിൽ തന്നിട്ടുള്ള ഹി എന്നതൊരു പ്രോനൗണാണ്, ഒരു സർവനാമമാണ്. അതാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി. തിന്നുക, ആപ്പിൾ തിന്നുന്നു എന്ന് പറയുന്ന സെന്റൻസിൽ തിന്നുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് ഹി ആണ്. അതുകൊണ്ട് ഇവിടെ ഹി എന്നത് സിമ്പിൾ സബ്ജക്റ്റിന് ഉദാഹരണമാണ്, ഒരു വൺ വേർഡ് സബ്ജക്റ്റ് ആണ് അത്. അടുത്ത് നോക്കുക, കംപ്ലീറ്റ് സബ്ജക്റ്റ്. എന്നാൽ എന്താണ്? എ സിമ്പിൾ സബ്ജക്റ്റ് പ്ലസ് അഡീഷണൽ അഡ്ജക്റ്റീവ്സ് ഓർ മോഡിഫയേഴ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ സബ്ജക്റ്റ്. കർത്താവിനെ വിശദീകരിച്ച് പറയുന്ന അഡ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ മോഡിഫയേഴ്സും അതിൻ്റെ കൂടെ ഒരു സിമ്പിൾ സബ്ജക്റ്റും ചേർന്നാൽ കിട്ടുന്നതാണ് കംപ്ലീറ്റ് സബ്ജക്റ്റ്. അഡ്ജക്റ്റീവ്സ് ഓർ മോഡിഫയേഴ്സ് എന്നാണ് പറയുന്നത്. അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്ക്. മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവും ആഡ് വെർബ്, അതായത് ക്രിയയെ വിശേഷിപ്പിക്കുന്ന വാക്കും നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കും അടങ്ങുന്നതാണ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ മോഡിഫയേഴ്സിനെ പറ്റി താഴെ വിശദമായി പറയുന്നുണ്ട്. അപ്പം ചുരുക്കത്തിൽ കംപ്ലീറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സബ്ജക്റ്റും കൂടാതെ ഒരു അഡീഷണൽ അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ മോഡിഫയറോ ആണ് ഒരു കംപ്ലീറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം, മൈ ഫ്രണ്ട് രാഹുൽസ് മദർ സ്റ്റേഡ് അറ്റ് മീ. സ്റ്റേഡ് തുറിച്ചു നോക്കി, സ്റ്റെയർ തുറിച്ചു നോക്കുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റേഡ്, തുറിച്ചു നോക്കി. ഇവിടെ ആ ചുവപ്പ് മഷിയിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള വാക്കുകൾ ഒഴികെ വായിച്ചാൽ മദർ സ്റ്റേഡ് അറ്റ് മീ, അമ്മ എന്നെ തുറിച്ചു നോക്കി. ഇവിടെ തുറിച്ചു നോക്കുക എന്ന പ്രവൃത്തി ചെയ്തത് അമ്മയാണ്. അതുകൊണ്ട് അമ്മ
സബ്ജക്റ്റ് ആണ്. അപ്പോൾ ആ അമ്മ മാത്രം വന്നിരുന്നുവെങ്കിൽ നമ്മൾ ആ അമ്മയെ സിമ്പിൾ സബ്ജക്റ്റ് എന്ന് വിളിക്കുമായിരുന്നു. പക്ഷേ അമ്മയുടെ മുമ്പിൽ മൈ ഫ്രണ്ട് രാഹുൽസ്, രാഹുൽസ് എന്ന് വെച്ചാൽ രാഹുവിലിൻ്റെ, രാഹുൽ കഴിഞ്ഞിട്ട് ഒരു കോമ പോലുള്ളത് അതിനുശേഷം എസും വന്നാൽ അതിനെ അപ്പോസ്ട്രഫ് എസ് എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. അത് ഒരു നാമത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ കാണിക്കുവാനാണ് അങ്ങനെ ചേർക്കുന്നത്. രാഹുൽസ്, രാഹുലിൻ്റെ. മൈ ഫ്രണ്ട് രാഹുൽസ്, എൻ്റെ സുഹൃത്തായ രാഹുലിൻ്റെ അമ്മ എന്നെ തുറിച്ചു നോക്കി എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ മദറിന് തൊട്ട് മുമ്പ് തന്നിട്ടുള്ള ഈ ചുവപ്പ് മഷിയിൽ എഴുതിയതെല്ലാം അഡീഷണൽ അഡ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ മോഡിഫൈസ് വിഭാഗത്തിൽപ്പെടുന്ന വാക്കുകളാണ്. അപ്പം അതുകൊണ്ട് ഇത് ഒരു കംപ്ലീറ്റ് സബ്ജക്റ്റിന് ഉദാഹരണമാണ്. ഏത്? മൈ ഫ്രണ്ട് രാഹുൽസ് മദർ. അത്രയുമുള്ള വാക്കുകൾ ഒരു കംപ്ലീറ്റ് സബ്ജക്റ്റിന് ഉദാഹരണമാണ്. അടുത്ത് നോക്കുക, കോമ്പൗണ്ട് സബ്ജക്റ്റ് എന്താണത്? ഇറ്റ് ഇൻക്ലൂഡ്സ് മൾട്ടിപ്പിൾ സിമ്പിൾ സബ്ജക്റ്റ്. അതിൻ്റെ ഉള്ളിൽ, കോമ്പൗണ്ട് സബ്ജക്റ്റിൻ്റെ ഉള്ളിൽ എന്ത് വരും? മൾട്ടിപ്പിൾ, ഒന്നിൽ കൂടുതൽ സിമ്പിൾ സബ്ജക്റ്റുകൾ വരും. അപ്പം നോക്കാം എക്സാമ്പിൾ. ഇവിടെ അലി, അനിൽ എന്നീ രണ്ട് സിമ്പിൾ സബ്ജക്റ്റുകൾ ആൻഡ് എന്ന വാക്ക് കൊണ്ട് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒന്നിലധികം സിമ്പിൾ സബ്ജക്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് രണ്ടിനെയും ചേർക്കുമ്പോൾ അതൊരു കോമ്പൗണ്ട് സബ്ജക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ അതുകൊണ്ട് അലി ആൻഡ് അനിൽ വിസിറ്റഡ് ദ പേഷ്യൻ്റ് അറ്റ് ദി ഹോസ്പിറ്റൽ. അലിയും അനിലും ആശുപത്രിയിൽ രോഗിയെ സന്ദർശിച്ചു. അപ്പോൾ ഇവിടെ അലി ആൻഡ് അനിൽ എന്ന് പറയുന്നത് രണ്ട് സിമ്പിൾ സബ്ജക്റ്റ് ആണ്, അതേസമയം അത് ഒരു കോമ്പൗണ്ട് സബ്ജക്റ്റുമാണ്. ഇനി പ്രെഡിക്കേറ്റ് ആണ്. പ്രെഡിക്കേറ്റ് 3 ടൈപ്പ് ഉണ്ട്. എന്താണ് പ്രെഡിക്കേറ്റ്? ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് എ സെന്റൻസ് അതർ ദാൻ സബ്ജക്റ്റ്. ഒരു സെന്റൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിലെ സബ്ജക്റ്റ് ഒഴിവാക്കിയാൽ ബാക്കി സബ്ജക്റ്റിനെ പറ്റി പറയുന്ന എല്ലാം ഉൾപ്പെടുന്നതാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്നതെല്ലാം പ്രെഡിക്കേറ്റ് ആണ്. താഴെ പറയുന്നു ഇറ്റ് ജനറലി ഇൻക്ലൂഡ്സ്, അത് പൊതുവായി ഉൾപ്പെടുന്നു വെർബ്, പ്രിപ്പോസിഷൻ ആൻഡ് ഒബ്ജക്റ്റ്. അതിൻ്റെ ഉള്ളിൽ സാധാരണഗതിയിൽ വെർബ് ഉണ്ടാവാം, പ്രിപ്പോസിഷൻ എന്ന വാക്കുകൾ ഉണ്ടാവാം. പ്രിപ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറ്റ്, ഓൺ, ഇൻ, ബൈ, വിത്ത് ഇതുപോലുള്ള വാക്കുകൾ. ഇതുപോലെ ഒത്തിരി വാക്കുകളുണ്ട് പ്രിപ്പോസിഷൻ. ഒരു സെൻറ്റൻസിൻ്റെ ഉള്ളിലെ രണ്ട് പദങ്ങൾ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുവാൻ അവയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന കൊച്ചു കൊച്ചു വാക്കുകളാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒബ്ജക്റ്റ്, കർമ്മം. അപ്പോൾ ഇതെല്ലാം പൊതുവായിട്ട് പ്രെഡിക്കേറ്റിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. എന്നാൽ ചില സാഹചര്യത്തിൽ വെർബിനെ മാത്രവും പ്രെഡിക്കേറ്റ് എന്നുള്ള മീനിങ്ങിൽ എടുക്കാറുണ്ട്. അതും കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ പ്രെഡിക്കേറ്റ് 3 ടൈപ്പ് ഉണ്ട്. ആദ്യത്തെ സിമ്പിൾ പ്രെഡിക്കേറ്റ് ആണ്. ഇറ്റ് ഈസ് എ വൺ വേർഡ് പ്രെഡിക്കേറ്റ്. ഇത് ഒരൊറ്റ വാക്ക് മാത്രം ഉൾപ്പെടുന്ന പ്രെഡിക്കേറ്റ് ആണ്. ദാറ്റ് ഈസ് ആൻ ആക്റ്റീവ് വെർബ്. അതൊരു സജീവ ക്രിയയായിരിക്കും. ഫോർ എക്സാമ്പിൾ, മേരി ലാഫ്ഡ്, മേരി ചിരിച്ചു. ഇവിടെ ചുവപ്പ് മഷിയിൽ തന്നിരിക്കുന്നത് ചിരിച്ചു എന്നത് ഒരു വെർബിനെ സൂചിപ്പിക്കുന്നതാണ്. മാത്രമല്ല ഇത് കഴിഞ്ഞകാല പാസ്റ്റ് ടെൻസിലാണ് തന്നിട്ടുള്ളത്. ഒരൊറ്റ വാക്കിലുള്ള ക്രിയയാണ്. അതുകൊണ്ട് ഇത് ഒരു സിമ്പിൾ പ്രെഡിക്കേറ്റിന് ഉദാഹരണമാണ്. അടുത്ത കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ലിങ്കിങ് വെർബ് ആൻഡ് ആൻ ഒബ്ജക്റ്റ്. ഇതിൽ പറയുന്നത് കംപ്ലീറ്റ് പ്രെഡിക്കേറ്റിൽ ഒരു കണക്റ്റിംഗ് വെർബ് ഉണ്ടായിരിക്കും, കൂടാതെ ആൻ ഒബ്ജക്റ്റും ഉണ്ടായിരിക്കും, ഒരു കർമ്മവും ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം എക്സാമ്പിൾ. ഷീ ഡ്രോവ് എ കാർ. ഷീ ഡ്രോവ് എ കാർ. അവൾ ഒരു കാർ ഓടിച്ചു. ഡ്രൈവ് എന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ് ഓടിച്ചു എന്ന ഡ്രോവ്. ഷീ ഡ്രോവ് എ കാർ. ഇതിൽ ഡ്രോവ് എന്നതാണ് യഥാർത്ഥത്തിൽ വെർബ്, പാസ്റ്റ് ടെൻസിലുള്ള വെർബ്. എന്തോടിച്ചു? ഒരു കാർ ഓടിച്ചു. അപ്പോൾ കാർ എന്നത് ഒബ്ജക്റ്റാണ്, ആ ക്രിയയ്ക്ക് വിധേയമായത് കാറാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഷീ എന്നത് സബ്ജക്റ്റാണ്, ഡ്രോവ് എന്നത് വെർബാണ്, എ കാർ എന്നത് ശരിക്കും പറഞ്ഞാൽ ഒബ്ജക്റ്റാണ്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ് നമ്മൾ വിശദീകരിക്കുമ്പോൾ എന്താ പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് എ ലിങ്കിങ് വെർബ് ആൻഡ് ആൻ ഒബ്ജക്റ്റ്. ഇവിടെ ഷീയും കാറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്റ്റിംഗ് വെർബ് അല്ലെങ്കിൽ ലിങ്കിങ് വെർബാണ് ഡ്രോവ്. അതുകൊണ്ട് ഡ്രോവ് എ കാറിനെ മൊത്തത്തിലെടുക്കുമ്പോൾ അതൊരു പ്രെഡിക്കേറ്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എടുക്കുകയാണ്. കാരണം പ്രെഡിക്കേറ്റിൻ്റെ നിർവചനം നമ്മൾ പഠിച്ചു. ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാത്തിനെയും പ്രെഡിക്കേറ്റ് എന്ന് വിളിക്കും എന്ന് നമ്മൾ തൊട്ടുവരെ പഠിച്ചതാണ്. അപ്പോൾ ആ നിയമം വെച്ച് ഡ്രോവ് എ കാറ്
ഒരു predicate ആണ്. അവിടെ അതിൻ്റെ ഉള്ളിൽ ഒരു ലിങ്കിങ് വെർബ് ഉണ്ട്. മാത്രമല്ല ഒരു ഒബ്ജക്റ്റ്, ഇവിടെ ഒബ്ജക്റ്റ് കാറാണ്. ഇനി അടുത്ത് നോക്കൂ, കോമ്പൗണ്ട് predicate. എന്താണ് കോമ്പൗണ്ട് predicate? ഇറ്റ് ഇൻക്ലൂഡ്സ് എ സബ്ജക്റ്റ് ആൻഡ് അറ്റ് ലീസ്റ്റ് 2 വെർബ്സ് ഓർ ആക്ഷൻസ്. അതിൽ ഒരു സബ്ജക്റ്റ് കാണും, കൂടാതെ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 2 വെർബ്സ്, 2 വെർബുകളോ 2 ആക്ഷൻസ്, 2 പ്രവൃത്തികളോ സൂചിപ്പിക്കുന്ന വാക്കുകളും ഉണ്ടാവും. ഉദാഹരണം, അനിൽ. അനിൽ എന്നത് ഇവിടെ ഒരു സിമ്പിൾ സബ്ജക്റ്റ് ആണ്. ഇവിടെ ചുവപ്പ് മഷിയിൽ തന്നിട്ടുള്ളത് വാച്ച്ഡ് ആൻഡ് എയ്റ്റ് എന്നീ 2 വാക്കുകളും ക്രിയകളെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ആക്ഷനുകളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ അനിൽ വാച്ച്ഡ് എ മൂവി ആൻഡ് ഏറ്റ് എ പിസ്സ അറ്റ് ദി തിയേറ്റർ. അനിൽ എന്ത് ചെയ്തു? അവൻ ഒരു സിനിമ കണ്ടു, കൂടാതെ ഒരു പിസ്സ തിന്നുകയും ചെയ്തു. എവിടെ വെച്ച്? അറ്റ് ദി തിയേറ്റർ, തിയേറ്ററിൽ വെച്ചു. അപ്പോൾ അവൻ 2 ആക്ഷൻ ഒരേ സമയം അവിടെ വെച്ച് ചെയ്തിരിക്കുന്നു. അവൻ മൂവി കണ്ടു, ഒപ്പം ഒരു പിസ്സ കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ അനിൽ എന്ന വാക്ക് അതൊരു സബ്ജക്റ്റാണ്. അതിനെ ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്നത് വാച്ച്ഡ് എ മൂവി ആൻഡ് ഏറ്റ് എ പിസ്സ അറ്റ് ദി തിയേറ്റർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു predicate ആണ്. അത് ഏത് തരം predicate ആണ്? അത് ഒരു കോമ്പൗണ്ട് predicate ആണ്. അടുത്ത ഒബ്ജക്റ്റ് ആണ്, കർമ്മമാണ്. ഒരു പ്രവർത്തിക്ക് വിധേയമാകുന്ന വസ്തുവോ വ്യക്തിയോ ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതും 2 ടൈപ്പ് ഉണ്ട്. ഇറ്റ് ഈസ് എ പേഴ്സൺ ഓർ തിങ് അപ്പോൺ ഹൂം ഓർ അപ്പോൺ വിച്ച് ദ ആക്ഷൻ ഓഫ് എ സബ്ജക്റ്റ് ക്യാരിഡ് ഔട്ട്. ഇത് ഒരു വ്യക്തിയോ വസ്തുവോ ആണ്. അപ്പോൺ ഹൂം ആരുടെ മേലാണോ അല്ലെങ്കിൽ ഏതിൻ്റെ മേലാണോ ദ ആക്ഷൻ ഓഫ് എ സബ്ജക്റ്റ് ക്യാരിഡ് ഔട്ട്, ഒരു സബ്ജക്റ്റിൻ്റെ ആക്ഷൻ നടത്തപ്പെടുന്നത് എന്ന് വെച്ചാൽ ഒരു കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിക്ക് വിധേയമാകുന്നത് ആരോ അതാണ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ദ റിസീവർ ഓഫ് ദി വെർബ്, ക്രിയയുടെ സ്വീകർത്താവ് എന്ന് വെച്ചാൽ ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന വ്യക്തിയോ വസ്തുവോ ആണ് ഒബ്ജക്റ്റ്. അത് 2 ടൈപ്പ് ഉണ്ട്. ഇറ്റ് ഈസ് 2 ടൈപ്സ്, ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. എന്താണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്, എന്താണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നാണ് താഴെ നമ്മൾ പഠിക്കുന്നത്. ആദ്യം ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അമീർ ബൗട്ട് എ പെൻ. അമീർ ഒരു പേന വാങ്ങി. വലതുവശത്ത് ബൈ എന്ന വാക്ക് തന്നിട്ട് വാങ്ങുക എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ് ബൗട്ട്, വാങ്ങി. അമീർ ബൗട്ട് എ പെൻ. അമീർ ഒരു പേന വാങ്ങി. അപ്പോൾ അമീർ വാങ്ങി എന്നത് വെർബാണ്. എന്ത് വാങ്ങി എന്നത് ആ വാങ്ങി എന്നതിന് വിധേയമായ വസ്തുവാണ്, ഇവിടെ പേന. അപ്പോൾ ആ വാങ്ങലിന് വിധേയമായത് പേന എന്ന വാക്കാണ്. അതുകൊണ്ട് അത് നേരിട്ട് ആ ബൗട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അതുപോലെ ലീല ബ്രോട്ട് എ ഗിഫ്റ്റ്. ഇവിടെ ബ്രിങ് സമം കൊണ്ടുവരിക എന്ന് വലതുവശത്ത് എഴുതിയിട്ടുണ്ട്. ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ് ബ്രോട്ട്, കൊണ്ടുവന്നു. ലീല ബ്രോട്ട് എ ഗിഫ്റ്റ്. ലീല കൊണ്ടുവന്നു. എന്ത് കൊണ്ടുവന്നു? ഒരു സമ്മാനം കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്നു എന്ന പ്രവൃത്തിക്ക് വിധേയമായത് ഗിഫ്റ്റാണ്. അത് ആ ക്രിയയുടെ നേരിട്ടുള്ള ഒബ്ജക്റ്റാണ് ഗിഫ്റ്റ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും, പെന്നും ഗിഫ്റ്റും ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റിന് ഉദാഹരണമാണ്. ഇനി അടുത്ത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് നോക്കൂ. അമീർ ഗേവ് ഹെർ എ പെൻ. അമീർ അവൾക്ക് ഒരു പേന കൊടുത്തു. ഈ അവൾക്ക് എന്നാണ് ഇവിടെ ഹെറിന് അർത്ഥം. ആ ഹെർ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ആദ്യം ആ സെൻറ്റൻസ് എടുക്കുകയാണ്. അമീർ ഗേവ് എ പെൻ. അമീർ ഒരു പേന കൊടുത്തു. അപ്പോൾ ഗേവ് എന്ന പ്രവൃത്തിക്ക് വിധേയമായ വസ്തു ശരിക്ക് പേനയാണ്. പിന്നീട് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ഹെറിന് ഇവിടെയുള്ളൂ. അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് പെന്നാണ്, രണ്ടാമത്തെ ഒബ്ജക്റ്റാണ് ഹെർ എന്നത്. ആർക്ക് കൊടുത്തു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഹെർ എന്നത് ഇവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അപ്രധാന ഒബ്ജക്റ്റാണ്. ഒരു സെൻറ്റൻസിൽ സാധാരണഗതിയിൽ അപ്രധാന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം വരികയും ഡയറക്റ്റ് ഒബ്ജക്റ്റ് രണ്ടാമതായി വരികയുമാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. എന്നാൽ ചില സെൻറ്റൻസുകളിൽ ഇതിന് ചെറിയ വ്യത്യാസം ഉള്ള സെൻറ്റൻസുകളും ഇംഗ്ലീഷിലുണ്ട്. അടുത്ത് ലീല ബ്രോട്ട് മീ എ ഗിഫ്റ്റ്. ലീല ഒരു സമ്മാനം എനിക്ക് കൊണ്ടുവന്നു. ഇവിടെ മീ എന്നാൽ എനിക്ക്. ലീല ബ്രോട്ട് മീ, ലീല എനിക്ക് കൊണ്ടുവന്നു. എ ഗിഫ്റ്റ് ഒരു സമ്മാനം. ഇവിടെ നേരത്തെ വായിച്ചതുപോലെ മീ ഒഴിവാക്കിക്കൊണ്ട് ആദ്യം വായിക്കാം. ലീല ബ്രോട്ട് എ ഗിഫ്റ്റ്. ലീല ഒരു സമ്മാനം കൊണ്ടുവന്നു. എന്ത് കൊണ്ടുവന്നു? സമ്മാനം. അപ്പോൾ ആ കൊണ്ടുവന്നതിന് വിധേയമായ വസ്തു ഗിഫ്റ്റാണ്. അത് നേരിട്ടുള്ള ഒബ്ജക്റ്റാണ്. അത് ഡയറക്റ്റ് ഒബ്ജക്റ്റാണ്. അപ്പം ഇവിടെ മീ എന്നത് സെക്കൻഡ് ഒബ്ജക്റ്റാണ്. അതുകൊണ്ട് അതിനെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. അത് അപ്രധാന ഒബ്ജക്റ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെൻറ്റൻസിൽ മെയിൻ ഒബ്ജക്റ്റിൻ്റെ മുൻവശത്തായിട്ട് അതിൻ്റെ മുമ്പേ
അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെ മുമ്പേ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നിരിക്കും. അടുത്ത് കോംപ്ലിമെന്റ്സിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. എന്താണ് കോംപ്ലിമെന്റ്സ്? അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇറ്റ് ഈസ് എ വേർഡ്, ഫ്രേസ് ഓർ ക്ലോസ് ദാറ്റ് ഈസ് നെസസറി ടു കംപ്ലീറ്റ് ദ മീനിങ് ഓഫ് എ ഗിവൻ എക്സ്പ്രഷൻ. ഇറ്റ് ഈസ് എ വേർഡ്, അതൊരു വാക്കാവാം, ഫ്രേസ് ആവാം, അല്ലെങ്കിൽ ക്ലോസ് ആവാം. ഫ്രേസ് നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഫ്രേസ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ ഒരു വെർബ് അല്ലെങ്കിൽ ഒരു നൗൺ ഉണ്ടായിരിക്കും. അത് ഒന്നിലധികം വാക്കുകൾ അതിൽ അടങ്ങിയിട്ടുണ്ടാവും. സ്വന്തമായിട്ട് പരിപൂർണ ആശയം അതിനുണ്ടായിരിക്കുകയില്ല. സ്വതന്ത്രമായിട്ട് നിൽക്കുവാനും കഴിയുകയില്ല. ഒരു വാചകത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിന് അതിൻ്റേതായ അർത്ഥം കിട്ടുകയും ചെയ്യും. അതാണ് ഫ്രേസ്. അതുപോലെ ക്ലോസ് എന്ന് പറയുന്നത് അതിൽ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ ഒരു വെർബും അടങ്ങിയിട്ടുള്ളതായിരിക്കും. ഒരു ക്ലോസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റും ഒരു വെർബും അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേർഡ്, അതൊരു പദമാണ്, അല്ലെങ്കിൽ ഫ്രേസ് ആണ്, അല്ലെങ്കിൽ ക്ലോസ് ആണ്. ഇതിലേതെങ്കിലും ഒന്നാവാം. ഇറ്റ് ഈസ് നെസസറി ടു കംപ്ലീറ്റ് ദ മീനിങ് ഓഫ് എ ഗിവൻ എക്സ്പ്രഷൻ. തന്നിട്ടുള്ള ഒരു ആശയത്തിൻ്റെ പരിപൂർണ അർത്ഥത്തിലേക്ക് വേണ്ടി നമ്മൾ കൂട്ടിച്ചേർക്കുന്ന വാക്കോ ഫ്രേസോ വാക്യമോ ആണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. സബ്ജക്റ്റിനെ പറ്റി വിശദീകരിക്കുന്ന കോംപ്ലിമെന്റുകളെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്നും ഒബ്ജക്റ്റിനെ പറ്റി വിശദീകരിക്കുന്ന കോംപ്ലിമെന്റുകളെ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്സ് എന്നും വിളിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. there are two types of compliments, either it describe a subject or an object. ഇനി they are typically nouns, pronouns, phrase or adjectives that follows the verb. ഈ കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്ന പൊതുവെ നൗണുകളായിരിക്കാം, അല്ലെങ്കിൽ പ്രോനൗൺസ് സർവനാമങ്ങളായിരിക്കാം, അതുമല്ലെങ്കിൽ ഫ്രേസ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സുമായിരിക്കും. അവ എന്ത് ചെയ്യും? ദാറ്റ് ഫോളോസ് ദ വെർബ്. അവ ഒരു ക്രിയയ്ക്ക് ശേഷമായിരിക്കും വരുന്നത്. ഒരു ക്രിയയെ പിന്തുടർന്ന് വരുമെന്ന് വെച്ചാൽ ഒരു ക്രിയയ്ക്ക് ശേഷമായിരിക്കും അവ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ചേർക്കുന്നത്. അതിന് ഉദാഹരണമാണ് താഴെ തന്നിരിക്കുന്നത്. ജോൺ ഈസ് ഷോർട്ട്. ഇവിടെ ജോൺ എന്നത് സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗണാണ്. ഈസ് എന്നത് ആക്സിലറി വെർബാണ്. ഒരു സെന്റൻസിൽ മെയിൻ വെർബ് ഇല്ല എങ്കിൽ ആ ആക്സിലറി വെർബിനെ വെർബായിട്ട് എടുക്കും. ഇവിടെ മെയിൻ വെർബ് ഇല്ലാത്തതുകൊണ്ട് ആക്സിലറി വെർബ് ഇവിടുത്തെ വെർബാണ്. അപ്പോൾ ജോൺ ഈസ് ഷോർട്ട്. ഷോർട്ട് എന്ന് വെച്ചാൽ പൊക്കം കുറഞ്ഞ. അപ്പോൾ ജോൺ ഒരു പൊക്കം കുറഞ്ഞ ആളാണ് എന്ന അർത്ഥത്തിലാണ് ഈ സെന്റൻസ് പറയുന്നത്. ഇവിടെ കോംപ്ലിമെന്റ് ആയിട്ടാണ് ഷോർട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കോംപ്ലിമെന്റിന് മലയാളത്തിൽ പൂരകം എന്ന അർത്ഥം കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ജോൺ എന്ന വാക്കിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ആ നാമത്തിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ഇവിടെ ഷോർട്ട്. അതായത് ജോൺ പൊക്കം കുറഞ്ഞ ആളാണ്, പൊക്കം കുറഞ്ഞവനാണ് ജോൺ. അപ്പോൾ ആ ജോൺ എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് ശരിക്ക് ഷോർട്ട് എന്നത് ഒരു അഡ്ജക്റ്റീവാണ്. അതേസമയം ഷോർട്ട് ഇവിടെ ഒരു പൂരകവുമാണ്. എന്തുകൊണ്ടെന്നാൽ ആ ഷോർട്ട് എന്ന വാക്ക് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ആ സെന്റൻസ് വായിക്കുകയാണെങ്കിൽ ജോൺ ഈസ്, ഷോർട്ട് നമ്മൾ വായിക്കുന്നില്ല. ജോൺ ഈസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വാചകം പൂർത്തീകരിക്കുന്നില്ല. അപ്പോൾ അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അവിടെ ഇതുപോലൊരു വാക്ക് കൂട്ടിച്ചേർത്തേ മതിയാവും. അതുകൊണ്ട് അതൊരു കോംപ്ലിമെന്റ് ആണ്, ഒരു പൂരകമാണ്. ഇനി അടുത്ത വാക്ക് നോക്കൂ. റാണി ഈസ് എ ടീച്ചർ. റാണി ഒരു അധ്യാപികയാണ്. ഇവിടെയും ടീച്ചർ എന്ന വാക്കാണ് പൂരകമായിട്ട്, അതായത് കോംപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ടീച്ചർ എന്നത് നൗൺ ഫോമാണ്. അതുപോലെ ഈസ് ഇവിടെ മെയിൻ വെർബ് ഇല്ലാത്തതുകൊണ്ട് ഈസ് ആണ് ഇവിടുത്തെ വെർബ്. റാണി എന്നത് സബ്ജക്റ്റുമാണ്. അപ്പോൾ റാണിയെ പറ്റിയാണ് ടീച്ചർ എന്നിവിടെ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് വായിച്ചതുപോലെ ടീച്ചർ നമുക്ക് ഉൾപ്പെടാതെ ഇവിടെ വായിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സെന്റൻസ് ആയിട്ട് ഇത് വായിക്കാൻ കഴിയില്ല. കാരണം റാണി ഈസ് എ എന്ന് വെച്ചാൽ അതിലൊരു ആശയമില്ല. അപ്പോൾ തന്നിട്ടുള്ളൊരു ആശയം കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇവിടെ ടീച്ചർ എന്ന വാക്ക് കൂട്ടിച്ചേർത്തേ പറ്റൂ. അതുകൊണ്ട് ഇതൊരു കോംപ്ലിമെന്റ് ആണ്. മാത്രമല്ല ഇതൊരു നൗൺ കോംപ്ലിമെന്റ് ആണ്. കാരണം ടീച്ചർ ഒരു നൗൺ ആണ്. തൊട്ട് മുമ്പിൽ ഷോർട്ട് ഒരു അഡ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് അത് അഡ്ജക്റ്റീവ് കോംപ്ലിമെന്റ് ആണ്. പക്ഷേ ഈ രണ്ട് കോംപ്ലിമെന്റുകളും നമ്മൾ അഡ്ജക്റ്റീവ് കോംപ്ലിമെന്റ് എന്നല്ല പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ഒന്നുകിൽ സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇവിടെ ജോൺ, റാണി എന്നീ വാക്കുകളെയാണ് ഷോർട്ടും ടീച്ചറും ഡിസ്ക്രൈബ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് എന്ന വാക്കും ടീച്ചർ എന്ന വാക്കും സബ്ജക്റ്റ് കോംപ്ലിമെന്റ്സ് ആണ്. ഇനി മൂന്നാമത്തെ നോക്കൂ. ഹിസ് പാൻസ് വാസ് ലോങ് ബിഫോർ ഹി കട്ട് ഇറ്റ്. ഹിസ് പാൻസ്, അവന്റെ പാൻസ്, അതാണ് ഇവിടുത്തെ നാമം, സബ്ജക്റ്റ്. വാസ് അത് ഇവിടുത്തെ വെർബാണ്.
ലോങ് ആയിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ലോങ് നീളമുള്ള, ബിഫോർ ഹി കട്ട് ഇറ്റ്, അവൻ അത് മുറിക്കുന്നതിന് മുമ്പ്. ഇവിടെ ലോങ് എന്ന അഡ്ജക്റ്റീവാണ് ഇവിടെ ഹിസ് പാൻസ് എന്ന സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുവാൻ, വിശദീകരിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ലോങ് ഒരു അഡ്ജക്റ്റീവാണ്. അവൻ്റെ പാൻസ് നീളം കൂടിയതാണ് എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഇവിടെ ലോങ് എന്ന വാക്ക് ഹിസ് പാൻസ് എന്ന സബ്ജക്റ്റിനെ വിശദീകരിക്കുന്നത് കൊണ്ട് അതൊരു സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. മാത്രമല്ല ലോങ് എന്നത് ഒരു അഡ്ജക്റ്റീവുമാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഷീ സ്ട്രൈറ്റൻഡ് ഹെർ ഹെയർ വിത്ത് എ കോം. ഇവിടെ വിത്ത് എ കോം റെഡിങ്കിൽ തന്നിട്ടുള്ള ഒരു ഫ്രൈസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു. ഒന്നിൽ കൂടുതൽ വാക്കുകൾ അതിലുണ്ട്. കോംബ് എന്നൊരു നൗൺ മുതലടങ്ങിയിട്ടുണ്ട്. ഇനി ഷീ സ്ട്രൈറ്റൻഡ് ഹെയർ, ഇത്രയും മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഇത്രയും ഒരു സെൻറ്റൻസ് ആണ്. ഷീ സബ്ജക്റ്റാണ്, സ്ട്രൈറ്റൻഡ് വെർബാണ്, നിവർത്തി എന്ന് അർത്ഥം. ഹെർ ഹെയർ ഒബ്ജക്റ്റാണ്, അവളുടെ മുടി. അവളുടെ തലമുടിയെ നിവർത്തി എന്നാണ് അർത്ഥം. എന്നിട്ട് ഒബ്ജക്റ്റ് ഇവിടെ ഹെർ ഹെയർ, അവളുടെ തലമുടി, അതാണ് ഇവിടെ ഒബ്ജക്റ്റ്, കർമ്മം. അതുമായി ബന്ധപ്പെട്ടാണ് വിത്ത് എ കോംബ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ചീപ്പ് കൊണ്ട് അവളുടെ തലമുടിയെ എന്ന അർത്ഥത്തിൽ നിവർത്തി. അപ്പോൾ ഇവിടെ വിത്ത് എ കോംബ് എന്ന ഫ്രൈസ് വിശേഷിപ്പിക്കുന്നത് അവളുടെ തലമുടിയെ ആയതുകൊണ്ട് ഇതൊരു ഒബ്ജക്റ്റ് ഫ്രൈസിന് ഉദാഹരണമാണ്. ഇനി അടുത്ത സെൻറ്റൻസ്, ഐ ഡോണ്ട് നോ ഹിസ് നെയിം ഹു ആസ്ക്ഡ് മീ ദ ക്വസ്റ്റ്യൻ. ഇവിടെ ബ്രാക്കറ്റിൽ പ്രോനൗൺ, സർവനാമം എന്ന് തന്നിട്ടുള്ളത്. ഇവിടെ സർവനാമം ഉപയോഗിച്ചിട്ടാണ് സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഇവിടുത്തെ വെർബ് നോ, അറിയുക. ഐ ഡോണ്ട് നോ, അതിനുശേഷമാണ് ഇവിടെ ഹിസ് നെയിം എന്ന വെർബിന് ശേഷമാണ് ഹിസ് നെയിം എന്ന വാക്ക് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഉയരെ വായിച്ചു ഈ കോംപ്ലിമെൻറ്റ്സിലെ വാക്കുകളെല്ലാം ഒരു വെർബിന് ശേഷമായിരിക്കും ഉപയോഗിക്കുക എന്ന്. അതാണ് ദേ ആർ ടിപ്പിക്കലി നൗൺസ്, പ്രോനൗൺസ്, ഫ്രൈസ് ഓർ അഡ്ജക്റ്റീവ്സ് ദാറ്റ് ഫോളോസ് ദി വെർബ് എന്ന് നമ്മൾ നേരത്തെ വായിച്ചത്. ലാസ്റ്റ് സെൻറ്റൻസ്, ഐ ഡോണ്ട് നോ ഹിസ് നെയിം, എനിക്ക് അവൻ്റെ പേര് അറിയില്ല. ഇവിടെ സബ്ജക്റ്റ് പറയുന്നു ഹിസ് നെയിം, അവൻ്റെ പേര് സബ്ജക്റ്റിന് അറിയില്ല. അപ്പോൾ സബ്ജക്റ്റിനെ പറ്റി വിശദീകരിക്കുകയാണ് ഇവിടെ ഹിസ് നെയിം. സബ്ജക്റ്റിനെ അറിയാത്ത കാര്യം ഹിസ് നെയിമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഹിസ് നെയിമിലെ ഹിസ് എന്ന് പറയുന്നത് ഹി എന്ന പ്രോനൗണിൻ്റെ പൊസസീവ് ഫോമാണ്, അതിൻ്റെ ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന രൂപമാണ്. അതുകൊണ്ട് ഹിസ് എന്ന പ്രോനൗൺ ഇവിടെ ഐ എന്ന് സബ്ജക്റ്റിനെ വിശദീകരിച്ച് പറയുന്നത് കൊണ്ട് അതൊരു സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റിന് ഉദാഹരണമാണ്. മാത്രമല്ല ഹിസ് എന്നത് ഒരു പ്രോനൗണുമാണ്. ഇനി മോഡിഫയർ ആണ്. മോഡിഫൈ എന്ന ഇംഗ്ലീഷ് വാക്കിന് പരിഷ്കരിക്കുക, രൂപാന്തരം വരുത്തുക, രൂപമാറ്റം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മോഡിഫയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അഡ്ജക്റ്റീവ് ഓർ ആൻ ആഡ്വേർബ് ദാറ്റ് ഡിസ്ക്രൈബ്സ് എ സബ്ജക്റ്റ് ഓർ എ പ്രെഡിക്കേറ്റ് ഇൻ എ സെൻറ്റൻസ്. ഇത് ഒരു അഡ്ജക്റ്റീവ് ആവാം, അല്ലെങ്കിൽ ആഡ് വെർബും ആവാം. അത് ഒരു സബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ പ്രെഡിക്കേറ്റിനെയോ, ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിനെയോ ഒരു പ്രെഡിക്കേറ്റിനെയോ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു, ഡിസ്ക്രൈബ് ചെയ്യുന്നു, വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. ഇപ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകളെയാണ് നാമവിശേഷണം, അതാണ് എന്നാൽ ആഡ് വെർബ് എന്ന് പറയുന്നത്, ഒരു ആഡ് വെർബ് എന്ന് പറയുന്ന ഒരു വെർബിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ്. കൂടാതെ ഒരു ആഡ് വെർബ് ഒരു അഡ്ജക്റ്റീവിനെയും വിശേഷിപ്പിക്കും. മാത്രമല്ല അത് മറ്റൊരു ആഡ് വെർബിനെയും വിശേഷിപ്പിക്കും. ഒരപ്പം ആഡ് വെർബ് എന്ന് പറയുന്നത് ഒരു വെർബിനെയോ ഒരു അഡ്ജക്റ്റീവിനെയോ അതുമല്ലെങ്കിൽ മറ്റൊരു ആഡ് വെർബിനെ തന്നെയുമോ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ആഡ് വെർബ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം എക്സാമ്പിൾസ്. ദ ബിഗ് വെയിൽ കെയിം നിയർ ദി ഷോർ. ഇവിടെ ബിഗ് എന്ന ചുവപ്പ് മഷിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണ്. കാരണം അത് ഒരു നാമമായ തിമിംഗലത്തെ വിശേഷിപ്പിക്കുന്നു, വെയിൽ, തിമിംഗലം. അപ്പം ദ ബിഗ് വെയിൽ, വലിയ തിമിംഗലം. തിമിംഗലം എങ്ങനെ ഉള്ളത് എന്ന് വിശദീകരിച്ച് തരികയാണ് ഇവിടെ ബിഗ് ചെയ്യുന്നത്. അതുകൊണ്ട് ബിഗ് ഒരു അഡ്ജക്റ്റീവാണ്. അത് വെയിൽ എന്ന നാമത്തെ മോഡിഫൈ ചെയ്ത് പറയുകയാണ്. അതിൻ്റെ ആശയത്തെ നമുക്ക് മോഡിഫൈ ചെയ്ത് ഒരു തിമിംഗലം എന്നതിന് വലിയ തിമിംഗലം എന്നുള്ള ആശയം നമുക്ക് സംജാതമാക്കി തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബിഗ് എന്നത് ഇവിടുത്തെ ഒരു മോഡിഫയർ ആണ്, അതൊരു അഡ്ജക്റ്റീവുമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദ ബിഗ് വെയിൽ കെയിം നിയർ ദി ഷോർ. വലിയ തിമിംഗലം കെയിം വന്നു, നിയർ ദി ഷോർ തീരത്തേക്ക്, തീരത്തിൻ്റെ അടുത്തേക്ക് വലിയ തിമിംഗലം വന്നു. ഇനി അടുത്ത് നോക്കൂ, ഹി റോട്ട് ദ ലെറ്റർ ലെജിബ്ലി. ഇവിടെ ഹി റോട്ട് ദ ലെറ്റർ ലെജിബ്ലി, അവൻ
കത്ത് ലെജിബിലി വ്യക്തമായി എഴുതി. റോട്ട് എന്ന് വെച്ചാൽ റൈറ്റ്, എഴുതുക എന്നതിൻ്റെ കഴിഞ്ഞകാല രൂപമാണ് റോട്ട്, എഴുതി. അപ്പോൾ അവൻ കത്ത് വ്യക്തമായി എഴുതി. ലെജിബിലി എന്നർത്ഥം വ്യക്തമായി എന്തു ചെയ്തു? എഴുതി. അപ്പോൾ എഴുതി എന്ന പ്രവൃത്തിയെയാണ് ലെജിബിലി എന്ന വാക്ക് വിശദീകരിച്ച് അല്ലെങ്കിൽ വിശേഷിപ്പിച്ച് പറയുന്നത്. അപ്പോൾ ആ ലെജിബിലി വിശദീകരിക്കുന്നത് വെർബിനെയാണ്, എഴുതി എന്ന വാക്കിനെയാണ്. അപ്പോൾ ഒരു ക്രിയയെ വിശദീകരിക്കുന്ന വാക്കായതുകൊണ്ട് ലെജിബിലി എന്നത് ഒരു ആഡ്വർബാണ്. അപ്പം മനസ്സിലായി കാണും. അപ്പം ഇവിടെ ലെജിബിലി എന്ന വാക്ക് റോട്ട്, എഴുതി എന്ന ക്രിയയെ മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തത്, ദ ഹോഴ്സ് വാസ് ഹെൽത്തി ആൻഡ് സ്മാർട്ട്. കുതിര ഹെൽത്തി, ആരോഗ്യമുള്ളതും, ആൻഡ് സ്മാർട്ട്, ചുറുചുറുക്കുള്ളതുമായിരുന്നു. അപ്പോൾ ഹെൽത്തി ആൻഡ് സ്മാർട്ട് രണ്ടും അഡ്ജക്റ്റീവാണ്. ഹെൽത്തി ആരോഗ്യമുള്ള, സ്മാർട്ട് ചുറുചുറുക്കുള്ള. അപ്പോൾ ഇതിനെ കോമ്പൗണ്ട് മോഡിഫയർ, ഒന്നിലധികം മോഡിഫയർ ഒന്നല്ലതിനെ നമ്മൾ കോമ്പൗണ്ട് മോഡിഫയർ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഹെൽത്തി ആൻഡ് സ്മാർട്ട് ഒരുമിച്ച് വന്നതുകൊണ്ട് അതൊരു കോമ്പൗണ്ട് മോഡിഫയർ ആണ്. അത് കുതിരയെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നാമത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് അത് രണ്ടും അഡ്ജക്റ്റീവ്സിന് ഉദാഹരണമാണ്. മാത്രമല്ല ഹെൽത്തി ആൻഡ് സ്മാർട്ട് എന്ന വാക്കുകൾ ഹോഴ്സ് എന്ന നാമത്തെ മോഡിഫൈ ചെയ്യുന്നു. അപ്പോൾ കുതിര ആരോഗ്യമുള്ളതും ചുറുചുറുക്കുള്ളതും ആയിരുന്നു എന്നാണ് അവിടെ അർത്ഥം പറയുന്നത്. ഇവിടെ ഹോഴ്സ് എന്നത് സാധാരണ പുല്ലിംഗ രൂപത്തിലുള്ള വാക്കാണ്. ആൺകുതിരയ്ക്കാണ് ഹോഴ്സ് എന്ന് പറയുക. പെൺകുതിരയാണെങ്കിൽ അതിനെ മേയർ എന്നാണ് പറയുക.